ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വ്ളോഗാണ്, ഫോട്ടോഷൂട്ടല്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു 10 മണിയായപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് അടുത്തായിട്ടൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരി ബിഗിനറാണ്. അപ്പോൾ പുള്ളിക്കാരുമായിട്ടൊരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിൻ്റെ അല്ല, മേക്കപ്പിൻ്റെ ആയിരുന്നു. പുള്ളിക്കാരി ഒരു ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്തോ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 7-8 ലുക്ക് ചെയ്യണം അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 2 മേക്കപ്പ് ലുക്കാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് റിസപ്ഷൻ ലുക്കാണ് കേട്ടോ. ഫസ്റ്റ് ലുക്കാണ് ഈ കാണുന്നത്. എൻ്റെ മുഖത്ത് കണ്ണിൻ്റെ മുകളിൽ ഇപ്പോൾ താജ്മഹൽ പണി. മിനാറ് എന്ത് താജ്മഹൽ. അപ്പോൾ എനിക്ക് പീരിയഡ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് പകുതി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്കിൻ്റെ വീഡിയോയും ഫോട്ടോസ് ഞാൻ അവസാനം ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ലുക്ക്. ഒരു ഗ്രീൻ ഔട്ട്ഫിറ്റിൽ മുസ്ലിം ബ്രൈഡിൻ്റെ റിസപ്ഷൻ ലുക്കാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതുപോലത്തെ ഒരു ഗ്രീൻ ലെഹങ്ക പോലത്തെ ഒരു ഡ്രസ്സായിരുന്നു അതിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാച്ചിങ് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മെസ്സി ഹെയറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബോൾഡ് ഐ ലുക്കുമായിട്ടാണ് നമ്മൾ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരി നല്ല ഫ്രണ്ട്ലി നേച്ചറാണ്. നമ്മൾ നല്ല കംഫർട്ടബിളാക്കി ഇങ്ങനെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല എൻജോയ് ചെയ്ത് എനിക്കിപ്പോഴും പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ അടുത്തേക്ക്. അപ്പോൾ നല്ല നീറ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബിഗിനർ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമുക്ക് ആ ഒരു വർക്ക് നല്ല രീതിയിൽ ചെയ്തു തരുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട് ഹെയർ എക്സ്റ്റൻഷൻ്റെ ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ വെക്കുന്നത്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുടി എങ്ങനെയാണോ അതേ ടെക്സ്ചറിൽ തന്നെ ഒരു ഹെയർ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫൈനലായിട്ട് നോക്കുമ്പോൾ കാണാം. ഫസ്റ്റ് ഇങ്ങനെ മുടിയൊക്കെ പൊക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ വെച്ച് തരാനുണ്ടായിരുന്നത്. എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ബാക്കി മുടികളെല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടല്ല, ലൈറ്റായിട്ടൊരു കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫൈനൽ ലുക്കാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ അത് ചേഞ്ച് ചെയ്ത് കേട്ടോ, ഇങ്ങനെ വാഷ് ഔട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഫേസ് വന്നിട്ട്. എന്നിട്ട് ഇതായിരുന്നു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഞാനിപ്പോൾ മുടി കാണിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മുടി നല്ല നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുത്തിട്ടും മതിയാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ വെളിയിലൊക്കെ പോയിട്ടുണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കുറേ എടുത്തു. ഇനി 5-6 ഫോട്ടോസും കാര്യങ്ങളും അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചു കൊടുക്കാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊരു റെയിൽവേ പാളത്തിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു 5 മണി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു. ബിരിയാണി ആയിരുന്നുണ്ടായിരുന്നു. ബിരിയാണി കൊക്കക്കോളയൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് കഴിച്ചു. ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ആ ഹെയർ എക്സ്റ്റൻഷൻസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പെട്ടെന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.